സജ്ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുമല്ലോ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ച ഏതൊരാൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും നിശ്ചയമാണ്. ലക്ഷ്മി ദേവി അധിവസിക്കുന്ന 5 പുണ്യസ്ഥലങ്ങൾ അറിഞ്ഞ് അതിനെ ആരാധിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യമായിരിക്കും ഫലം. ഹിന്ദുമതത്തിൽ താമരപ്പൂവിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പിങ്ക് നിറത്തിലുള്ള താമര ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായാണ് കരുതുന്നത്. അതിനാൽ പത്മിനി, പത്മപ്രിയ എന്ന പേരുകളിലും ലക്ഷ്മി ദേവി അറിയപ്പെടുന്നു. താമരപ്പൂവ് പൂജയ്ക്കും ആരാധനയ്ക്കും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാവിഷ്ണുവിന് താമരപ്പൂ നൽകുന്നതും പുണ്യമായി കണക്കാക്കാറുണ്ട്. താമരയെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കാണുന്നു. അതുകൊണ്ടാണ് പാരമ്പര്യമായും മതപരമായും ആചാരങ്ങളിലും ശില്പങ്ങളിലുമെല്ലാം താമരയ്ക്ക് ബഹുമാന്യമായ സ്ഥാനം നൽകുന്നത്. ലക്ഷ്മി ദേവി താമരയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഇലയുടെ മറുവശത്ത് ശിവനെ ആരാധിക്കാനായി ഉപയോഗിക്കുന്ന ഒന്നാണ് കൂവളത്തിൻ്റെ ഇല. കൂവളത്തിലയുടെ പിറകിലായി ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഇത് ധാരാളം ഔഷധ ഗുണമുള്ളൊരു ഇലയാണ്. ഇതില്ലാതെ ഒരു ശിവപൂജയും പൂർണ്ണമാകില്ല. കൂവളത്തിലയുടെ മറുവശത്ത് ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാലങ്ങൾ പോലെ മനുഷ്യൻ്റെ 3 ഗുണങ്ങൾ പ്രതിനിധീകരിക്കുന്നു. സത്വ, രാജ, തമസ് എന്നിവയിലെ പാപങ്ങൾക്ക് കൂവളത്തിൻ്റെ ഇല കൊണ്ട് പൂജ ചെയ്താൽ ആശ്വാസം കിട്ടുമെന്നാണ് വിശ്വാസം. ആനയുടെ നെറ്റിയിൽ മുഴച്ചിരിക്കുന്ന 2 ഭാഗത്തെ ഗജകുംഭം എന്നാണ് പറയുന്നത്. ഈ 2 മുഴകൾക്കും നടുവിൽ മുഴച്ചിരിക്കുന്ന ഭാഗത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം. ചില അമ്പലങ്ങളിൽ ആനയെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യാറുണ്ട്. ക്ഷേത്രങ്ങളിലെ ഘോഷയാത്രയ്ക്കും ആഘോഷങ്ങൾക്കും ആനയാണ് പ്രധാന ഘടകം. ലക്ഷ്മി ദേവി ആനയുടെ തിരുനെറ്റിയിൽ വസിക്കുന്നു എന്നതാണ് ഇതിന് അടിസ്ഥാന കാരണം. അതിനാൽ ആനയെ പവിത്രമായി കാണുന്നു. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം പശുവിൻ്റെ പുറത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ്. അതിനാൽ പശുവിനെ ആരാധിക്കുക ഹിന്ദുക്കൾക്ക് പ്രധാനമാണ്. പശുവിനെ സ്ഥിരമായി പരിപാലിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് ഐശ്വര്യവും ധനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആരാധനയുടെ ഭാഗമായി ആളുകൾ മഞ്ഞൾ ചാലിച്ച് പശുവിൻ്റെ പുറത്ത് തേക്കാറുണ്ട്. ഇത് ലക്ഷ്മി പൂജയുടെ പ്രധാന ഭാഗമാണ്. മനുഷ്യരുടെ വിരലറ്റം അവരവരുടെ കഴിവും പ്രയത്നവും അനുസരിച്ച് ലക്ഷ്മി ദേവി മനുഷ്യരുടെ വിരൽത്തുമ്പി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ രാവിലെ ഉണരുമ്പോൾ കൈവിടർത്തി വിരലുകൾ കണി കാണുന്നത് ലക്ഷ്മി ദേവിയെ കണി കാണുന്നതിന് തുല്യമാണെന്നും അത് ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചുവന്ന പൂവ് കൊണ്ട് പൂജ നടത്തുന്നത് വളരെ ശ്രേയസ്കരമാണെന്നാണ് വിശ്വാസം. ഈ ദിവസം ചെമ്പരത്തിപ്പൂ കൊണ്ട് ആരാധിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന രുദ്രവീണ എന്ന ഈ ചെറിയ ചാനലിനെ പിന്തുടരാൻ മറക്കില്ലല്ലോ.